പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെണ്ടയ്ക്ക നോക്കൂ, മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടേ. അതാണ് ഇതിൻ്റെ മുള്ളിങ്ങനെ എന്തോ ഒരു പോലെ കാണുന്നില്ലേ. വഴുതനങ്ങയും വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ. ഞാനത് നാളെ പറിക്കുന്ന വീഡിയോ ഞാൻ നാളെ ഇട്ടിട്ടുണ്ടായിരുന്നു, വഴുതന പറിക്കുന്നേ. അപ്പം ഞാൻ വഴുതന മുറിച്ച് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ടോ അതിലേക്ക് നമ്മുടെ കടുക് ഇട്ടു. കടുക് പൊട്ടുന്നുണ്ട്. ഒരു 3 ഉണക്കമുളക് ചെറുതായി മുറിച്ചതാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതും കൂടി ഇടാം. ഉണക്കമുളക് ഇട്ടു. കുറച്ച് കറിവേപ്പില ഇടാം. വഴുതനങ്ങ കുറച്ച് നീളത്തിൽ മുറിച്ചിട്ടേ കനം കുറച്ച് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് ഊറ്റിയിടാം. പാകത്തിന് ഉപ്പിടാം. ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതിനൊന്നും അധികം വേവില്ലല്ലോ. നല്ല ഫ്രഷ് സാധനമാണ്, വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പറിച്ചെടുത്തതല്ലേ. അടച്ചു വയ്ക്കാം. വഴുതനങ്ങ വെന്തിട്ടുണ്ട്. ഇതിന് തീ കൂട്ടി വെച്ചിട്ട് ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതും കൂടെ വറ്റിച്ച് കളയാം. പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ വഴുതനങ്ങ. വേണ്ടത് വെന്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ അടിപൊളിയായിട്ടുള്ള വഴുതനങ്ങ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. വഴുതനങ്ങ ഉടഞ്ഞു പോവാതെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിൽ പച്ച കളറിലുള്ള വഴുതനങ്ങയുണ്ട്, വയലറ്റ് കളറിലുള്ള വഴുതനങ്ങയുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി വഴുതനങ്ങ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ കൂടുതൽ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.